കർഷക കാലങ്ങളാണ് ഏതൊക്കെ? ഖാരിഫ്, റാബി, സെയ്ദ്. ഇന്ത്യയിലുള്ള കർഷക കാലങ്ങൾ 3 ഖാരിഫ്, റാബി, സെയ്ദ് എന്ന് പറയുന്നത്. ഖാരിഫ് എവിടെ നിന്നാണ് വിള ഇറക്കുന്നത് കാലം എന്ന് പറയുന്നത് ജൂണിലാണ്. എന്നുവെച്ചാൽ മൺസൂണിന്റെ ആരംഭത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിത്തുകൾ പാകുന്നത്. എന്നാൽ വിളവെടുക്കുന്നത് എപ്പോഴാണ്? നവംബർ ആദ്യ വാരമാണ്, മൺസൂണിന്റെ അവസാനം. അപ്പൊ മൺസൂണിന്റെ ആദ്യം വിത്തെറിഞ്ഞ് മൺസൂണിന്റെ അവസാനം വിളവെടുക്കുന്ന കർഷക കാലം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഖാരിഫാണ് കേട്ടോ. അത് ഓർത്തിരിക്കുക. ഏതൊക്കെയാണ് ഖാരിഫ് വിളകൾ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് തന്നിരിക്കുന്ന വിളകളെല്ലാം പഠിച്ചു വെച്ചിരിക്കണം. അതാണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്നത്. നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല എന്നിവയെല്ലാം എന്താണ്? പ്രധാന ഖാരിഫ് വിളകളാണ്. ഏതൊക്കെയാണ്? നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ റാബിയാണ്. റാബി എന്താണ്? നവംബർ മധ്യത്തിലാണ്. കാരണം നവംബറിൽ ഖാരിഫ് വിള വിളവെടുത്ത് കഴിഞ്ഞു. ഇനി അതിന് ശേഷമാണ് നമ്മൾ റാബി വിള ഇടാൻ പോകുന്നത്. ഇപ്പൊ നവംബർ മധ്യത്തിൽ അല്ലെങ്കിൽ ശൈത്യകാല ആരംഭത്തിനും വേനലിന്റെ ആരംഭത്തിനും ഇടയിൽ കൃഷി ചെയ്യുന്നതാണ് ഇത് റാബി എന്ന് പറയുന്നത്. ഇപ്പൊ നവംബർ മധ്യത്തില് വിളവിറക്കി മാർച്ചിൽ വിളവെടുക്കുന്ന കാലമാണ് റാബി. റാബി കൃഷി ഏതൊക്കെ പ്രധാന വിളകള്? ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പുകയില, കടുക്. ഇതൊക്കെ ഇഷ്ടംപോലെ വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. റാബി വിളയാണ്, ഓർത്തിരിക്കുക. ഇനി സെയ്ദ് വിള എന്താണ്? മാർച്ച് വേനലിന്റെ ആരംഭത്തിൽ തുടങ്ങി ജൂൺ മൺസൂണിന്റെ ആരംഭത്തിൽ തീരുക. അതാണ് സെയ്ദ് വിളകൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും പഴങ്ങളും പച്ചക്കറികളുമാണ് സെയ്ദ് വിളയിൽ ഉൾപ്പെടുന്നത്. അപ്പൊ വേനലിന്റെ ആരംഭത്തിൽ തുടങ്ങി മൺസൂണിന്റെ ആരംഭത്തിൽ തീരുന്ന കാർഷിക കാലമാണ് ഇത് സെയ്ദ് എന്ന് പറയുന്നത്. ഇങ്ങനെ തന്നെ ചോദിക്കാം. നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. ഈ ഒരു ടേബിൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി ചെറുധാന്യങ്ങളാണ് ഉൾപ്പെടുന്നതാണ് ഏതൊക്കെ? ജോവർ, ബജ്റ, റാഗി എന്നിവയെല്ലാം മില്ലറ്റ്സ് അഥവാ ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇവയും എന്താണ്? കൂടുതലായിട്ടും ഇന്ത്യയിൽ കൃഷി ചെയ്തു വരുന്നു. നമ്മൾ ജലസേചനത്തിലൂടെയാണ് ഇതിന്റെയൊക്കെ കൃഷി കൂടുതലായിട്ടും ചെയ്യുന്നത്. ഇനി ഏതൊക്കെയാണ് പ്രധാന ഖനികൾ എന്നാണ് പറയുന്നത്? ഒഡീഷയിലുള്ളതാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കും. പ്രധാന ഖനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സുന്ദർഗഡ്, അതുപോലെ തന്നെ മയൂർഭഞ്ച്, ഝാർ. സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഝാർ എന്നീ പറയുന്നത് ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഝാർ. സുന്ദർഗഡൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഝാർ എവിടെയാണ്? ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിക്ബം, ദുർഗ് രണ്ടും ജാർഖണ്ഡിലുള്ളതാണ്. സിക്ബം ഒക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സിക്ബം, ദുർഗും ജാർഖണ്ഡിലുള്ളതാണ്. ഇനി ബെല്ലാരി, ചിക്മംഗലൂരു, ഷിമോഗ, ചിത്രദുർഗ് കർണാടകം. നമുക്ക് അത്യാവശ്യം ഒരു സിമിലർ പേരുകളാണ്, അതുകൊണ്ട് കർണാടകത്തിലുള്ളതാണെന്ന് ഓർത്തു വെച്ചിരിക്കാം. ബെല്ലാരി, ചിക്മംഗ്ലൂർ, ഷിമോഗ, ചിത്രദുർഗ് എല്ലാം കർണാടകയിൽ സ്ഥിതി ചെയ്യുന്നു. ഗോവയിലുള്ളതാണ് ഇത്? മർമഗോവ. ഗോവയിലുള്ള ഇരുമ്പ് ഖനിയാണ് ഇത് മർമഗോവ. തമിഴ്നാട്ടിലുള്ളതാണ് സേലം, അതുപോലെ നീലഗിരി എന്നിവ. അപ്പം ഇതിൽ ഒഡീഷയെ പറ്റിയിട്ടുള്ളതും ജാർഖണ്ഡിനെ പറ്റിയിട്ടുള്ളതൊക്കെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ടേബിൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇരുമ്പുരുക്ക് വ്യവസായമാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായമാണ്. അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പയിര്. നമുക്ക് ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളാണ് ഏതൊക്കെ? ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പ് കല്ല്, ഡോളമൈറ്റ് എന്നിവ. അപ്പൊ ഇതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. ഇനി പ്രധാന ഇരുമ്പുരുക്ക് ശാലകളെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ടിസ്കോ, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂരിലാണ്, ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് ടിസ്കോ ഉള്ളത്. ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് ഏത്? ടിസ്കോ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ ഇരുമ്പുരുക്ക് ശാല. ഇനി ഇസ്കോ, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് പറയുന്നത് 3 വെസ്റ്റ് ബംഗാളിലാണ്. ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലെ കുൾട്ടിയിലുണ്ട്, ബർണാപൂരിലുണ്ട്, ഹീരാപൂരിലും ഉണ്ട് കേട്ടോ. കുൾട്ടി, ബർണാപൂർ, ഹീരാപൂർ എന്നിവിടങ്ങളിലാണ് ഇസ്കോ ഉള്ളത്. പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല. പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്കോയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടിസ്കോയാണ്. ടിസ്കോയ്ക്ക് ശേഷമാണ് ഇസ്കോ വരുന്നത് കേട്ടോ. സ്വകാര്യ മേഖലയിലെ ഇരുമ്പുരുക്ക് ശാലയാണ് ടിസ്കോ എന്ന് പറയുന്നത്. പൊതുമേഖലയെ ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്കോയാണ്. തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഇതങ്ങനെ തന്നെ തിരിച്ചു മറിച്ചുമൊക്കെ ചോദിച്ചിട്ടുണ്ട്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി VISL എന്ന് പറയുന്നത് കർണാടകത്തിലാണ്. കർണാടകത്തിലെ ഭദ്രാവതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഭിലായി, റൂർക്കേല, ദുർഗാപൂർ, ബൊക്കാറോ. നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പേരുകളാണ്. അപ്പൊ ഭിലായി എവിടെയാണ്? ദുർഗിലാണ്, ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്തത്. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചതാണ് ഭിലായി എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചതാണ് റൂർക്കേല. ഒഡീഷയിലെ സുന്ദർഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ദുർഗാപൂർ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലെ ദുർഗാപൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത്
62 UK സഹായത്തോടെ അഥവാ ബ്രിട്ടന്റെ സഹായത്തോടെ സ്ഥാപിച്ചു എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ബൊക്കാറോ എന്ന് പറയുന്നത് ഝാർഖണ്ഡിലാണ്. അതെന്ന് പറയുന്നത് 64 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചതാണ്. അപ്പോൾ ആരുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചതെന്നുള്ളത് പലവട്ടം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കുക എവിടെയൊക്കെയാണെന്നുള്ളത്. ഭിലായി ഛത്തീസ്ഗഡിലാണ്, റൂർക്കേല ഒഡീഷ, ദുർഗാപൂർ വെസ്റ്റ് ബംഗാൾ, ബൊക്കാറോ ഝാർഖണ്ഡ്. വിശ്വേശ്വരയ്യ അയനാൻസിയിലാണെങ്കിൽ കർണാടകത്തിലാണ്, ഇസ്കോ സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലും, ടിസ്കോ എന്ന് പറയുന്നത് ഝാർഖണ്ഡിലുമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓരോ പോയിന്റുകളും ഓരോ ക്വസ്റ്റ്യനായിട്ട് അല്ലെങ്കിൽ നമുക്കിപ്പോൾ സ്റ്റേറ്റ്മെന്റുകളായിട്ട് വരുമ്പോൾ 3-4 സ്റ്റേറ്റ്മെന്റ് ഒരുമിച്ച് ചോദിക്കാം. അപ്പൊ തമ്മിൽ തിരിഞ്ഞൊന്നും പോകരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേബിൾ ആണ് കേട്ടോ. ഇനി നമ്മൾ മറ്റു ധാതുക്കളെ പറ്റി പറയുകയാണ്. ഗോൾഡ് കർണാടകത്തിലാണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആഭരണ നിർമ്മാണമാണ് പ്രധാനമായിട്ട് ഉപയോഗം എന്ന് പറയുന്നത്. ഇനി വെള്ളി രാജസ്ഥാൻ, ഝാർഖണ്ഡ്, കർണാടകത്തിലാണ് വെള്ളി കൂടുതലായിട്ടും ഉള്ളത്. ആഭരണ നിർമ്മാണം, ഇലക്ട്രോ പ്ലേറ്റിംഗ്, ഫോട്ടോഗ്രാഫി എന്നിവയിലാണ് വെള്ളി കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ചെമ്പ് വൈദ്യുത ഉപകരണ വ്യവസായങ്ങളിൽ ചാലകമായി ഉപയോഗിക്കുന്ന വസ്തുവാണ് ചെമ്പ് എന്ന് പറയുന്നത്. ഝാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലാണ് ചെമ്പ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇനി ബോക്സൈറ്റ് എന്തിനാണ്? അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. വിമാനം, വൈദ്യുത ഉപകരണങ്ങൾ, ഗാർഹിക ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നത് ബോക്സൈറ്റ് ആണ്. ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ എന്നിവിടങ്ങളിലാണ് ബോക്സൈറ്റ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇനി അഭ്രം അഥവാ മൈക്ക എന്താണ്? വൈദ്യുത ഉപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്നു. അപ്പൊ ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വൈദ്യുത ഉപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്നത് എന്താണ്? മൈക്കയാണ് ഉപയോഗിക്കുന്നത്. വൈദ്യുത ഉപകരണ വ്യവസായങ്ങളിൽ ചാലകമായി ഉപയോഗിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? കണ്ടക്ടറായിട്ട് ഉപയോഗിക്കുന്നതാണ് കോപ്പർ. അത് ഓർത്തിരിക്കുക. ഇൻസുലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് മൈക്കയാണ്, അഭ്രമാണ്. അഭ്രം കൂടുതലായി കാണപ്പെടുന്നത് ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ഝാർഖണ്ഡ്, ബീഹാർ എന്നിവിടങ്ങളിലാണ്. അപ്പൊ ഝാർഖണ്ഡിൽ ഏറ്റവും കൂടുതൽ എന്തൊക്കെയുള്ളത്? ഝാർഖണ്ഡിൽ സിൽവർ ഉണ്ട്, അതുപോലെ തന്നെ കോപ്പർ ഉണ്ട്, ബോക്സൈറ്റും ഉണ്ട്, അതുപോലെ അഭ്രവും ഉണ്ട്. അപ്പൊ ഝാർഖണ്ഡിൽ എന്തൊക്കെയുണ്ട്? വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ്, അഭ്രം. ഈ 4 കാര്യങ്ങളും ഝാർഖണ്ഡിലുണ്ട്. കർണാടകയിലുള്ളത് എന്താണ്? സ്വർണ്ണമാണ് കർണാടകയിലുള്ളത്. രാജസ്ഥാനിൽ എന്തില്ല? ബോക്സൈറ്റ് ഇല്ല. ബാക്കി 3 ഉണ്ട്. വെള്ളി, ചെമ്പ്, അഭ്രവും എന്താണ്? രാജസ്ഥാനിലുണ്ട്. അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. പെട്ടെന്ന് നമുക്ക് 1-2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എഴുതിയെടുക്കാനായിട്ട് പറ്റും. അപ്പം ഝാർഖണ്ഡിൽ എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി, അതുപോലെ തന്നെ രാജസ്ഥാനിൽ എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. കർണാടകത്തിൽ എന്താണ്? സ്വർണവും വെള്ളിയും കർണാടകത്തിൽ കാണപ്പെടുന്നു. പിന്നുള്ളത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിൽ എന്തൊക്കെയുണ്ട്? നമ്മുടെ ചെമ്പും ബോക്സൈറ്റും മധ്യപ്രദേശിൽ കാണപ്പെടുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരുന്നാൽ മതി കേട്ടോ.